history PYQ discussion unit 5-ലെ ലാസ്റ്റ് സെഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം എല്ലാ പ്രാവശ്യം അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും ഇത്തരത്തിൽ ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ ലേറ്റർ ടൈംസിലൊക്കെ പാസേജിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പക്ഷെ അതിനൊക്കെ കുറച്ച് മുന്നേ ഒക്കെ നമ്മുടെ ഈ പാസേജിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുമോ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ പാസേജ് നിർബന്ധമായിട്ടും വായിക്കാം. ചില സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഇതിൽ ആൻസർ ഇല്ല, ആ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറ്. അപ്പൊ സമയം ഇല്ലാത്ത കാരണം നമ്മളിത് വെറുതെ ഈ പാസേജ് വായിച്ചിട്ട് സമയം കളയണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും വായിക്കാം. ഇപ്പോ ഇതിൽ തന്നെ ആൻസേഴ്സ് ഇല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസേഴ്സിലോട്ട് എത്തുന്നതിന് ലീഡ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിന്റ് ലഭിക്കുന്ന രീതിയിലൊക്കെ ആ പാസേജിൽ കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു പാസേജ് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ 5 ക്വസ്റ്റ്യൻസ് വായിച്ചതിന്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്ക് ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത്. Read the following passage and answer the questions given below. The Timariots, governors and revenue contractors on their part reasoned in this manner. Why should the neglected state of this land create uneasiness in our minds? And why should we expend our money and time to render it fruitful? We may be deprived of it in a single moment, and exertions would benefit neither ourselves nor our children. Let us draw from the soil all the money we can, though the peasant should starve or abscond, and we should leave it when commanded to quit a dreary wilderness. അപ്പോൾ ഏതെങ്കിലും ഒരു വർക്കിൽ ഒരു പാസേജോ അങ്ങനെയൊക്കെയാണ് സാധാരണ പാസേജ് ആയിട്ട് കൊടുക്കാറുള്ളത്. കുറച്ച് മുന്നേ ഉള്ള സമയത്തൊക്കെ ഈ പാസേജിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും പാസേജ് എന്ത് ചെയ്യുക, എല്ലാവരും വായിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഹിന്റോ കാര്യങ്ങളൊക്കെ ആ ഒരു പാസേജ് വായിക്കുന്നതിലൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം ലഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാസേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസും വരുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. By Timariots, the traveler refers to which of the following Mughal official? അപ്പോൾ ഒരു ട്രാവലർ ആണ് എഴുതിയിട്ടുള്ള ഒരു വർക്കിലെ ഒരു പാസേജ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, മുഗൾ ഒഫീഷ്യൽസിൽ ഈ തിമാരിയോട്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പൊ ഈ ഒരു ടേം ഏതൊരു മുഗൾ ഒഫീഷ്യലിനെ ആണ് അത് റെഫർ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. എ മൻസബ്ദാർ, ബി ജാഗിർദാർ, സി ഇജറദാർ, ഡി സുബേദാർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ജാഗിർദാർ. അപ്പൊ ജാഗിർദാർസ് എന്ന് പറയുന്ന മുഗൾ ഒഫീഷ്യൽസുകളെ റെഫർ ചെയ്യുന്നതിന് ട്രാവലർ അല്ലെങ്കിൽ ആ ഒരു പാസേജ് ചെയ്തിട്ടുള്ള ഓർഡർ യൂസ് ചെയ്തിട്ടുള്ള ടേം ആണ് തിമരിയോട്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. By Timariots, the traveler refers to Jagirdar of Mughal official. അപ്പോൾ ജാഗിർദാർസ് എന്ന് പറയുന്ന മുഗൾ ഒഫീഷ്യൽസിനെയാണ് ട്രാവലർ ഇവിടെ തിമരിയോട്സ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുള്ളത്. The problem pertaining to the issue begins from European travelers' accounts, particularly Francois Bernier, followed by British official writings, who argued that in India ownership rested with the crown. The problem largely arose on account of utter misunderstanding of the working of the Jagir system. അപ്പോൾ ഈ ഒരു ജാഗിർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാവാതെ ഒരു അട്ടർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഫ്രാൻകോയിസ് ബേർണിയർ എന്ന് പറയുന്ന യൂറോപ്യൻ ട്രാവലറിന്റെ ഒരു അക്കൗണ്ട് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്.
ബർണിയർ equated മുഗൾ ജാഗിർദാസ് with the lords of Western Europe. അപ്പൊ ഫ്രാങ്കോയിസ് ബർണിയർ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണ് അദ്ദേഹം ജാഗിർദാസുകളെ തിമാരിയറ്റ്സ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവർ എന്താണ് റെഫർ ചെയ്തിട്ടുള്ളത് എന്നതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇവര് ജാഗിർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ ബർണിയർ വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ലോർഡ്സുകളുമായിട്ട് ഈ മുഗൾ ജാഗിർദാസുകൾ അദ്ദേഹം ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് എഴുതുകയും ചെയ്യുന്നത്. Since the Jagirdars were frequently transferred at the will of the emperor for them, it was the king and not the Jagirdar who held the right of ownership. ഇവിടെ നമ്മുടെ എംപററിന്റെ വില്ലിനനുസരിച്ച് നമ്മുടെ ജാഗിർദാസുകളെ ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫർ ചെയ്യും. അവിടെ അത് ജാഗിർദാസുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാണ്? കിങ് ആണ്. ആൻഡ് നോട്ട് ദി ജാഗിർദാർ ഹു ഹെൽഡ് ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ്. അല്ലാതെ വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പോലെ ജാഗിർദാസുമാർക്ക് ഒരു റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്ന മുഗൾസിൽ അങ്ങനെയല്ല. ജാഗിർദാസുകൾക്ക് എന്ത് ചെയ്യാം, കിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവരുടെ ഒരു വില്ലിനനുസരിച്ച് ഇവര് ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫർ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഗൾ ജാഗിർദാസുകൾക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്മുടെ ഈ ഒരു പാസേജുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, on the basis of the above observation, which of the following historian has argued that the Mughal system of transfer of jagirs led to the exploitation of peasantry that in turn created crisis in the Mughal empire? അപ്പോൾ നമുക്ക് മേലെ ഒരു ഒബ്സർവേഷൻ, അതായത് നമുക്ക് മേലെ തന്നിട്ടുള്ള ഒരു പാസേജിന്റെ ബേസിസിലാണ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ആ ഒരു പാസേജ് വായിക്കൽ ഇമ്പോർട്ടൻസ് ആണത്. ആ ഒരു അല്ലല്ലേ ഇവിടെ ഇപ്പൊ ആ ഒരു ഒബ്സർവേഷന്റെ ബേസിസിലാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് ഇല്ലെങ്കിൽ കൂടെയും നമ്മൾ പാസേജ് നിർബന്ധമായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ ഈ ഒരു രീതിയിലോട് പറയുന്നത് നമുക്ക് മേലെ തന്നിട്ടുള്ള ആ ഒരു പാസേജിന്റെ ബേസിസിൽ ഏത് ഹിസ്റ്റോറിയൻ ആണ് പറയുന്നത്, അതായത് ജാഗിറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മുഗൾ സിസ്റ്റത്തിലൂടെ പെസൻട്രീസുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അതുവഴി മുഗൾ എംപയറിൽ ഒരു അഗ്രേറിയൻ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഏത് ഹിസ്റ്റോറിയൻ ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. എ ഇർഫാൻ ഹബീബ്, ബി സതീഷ് ചന്ദ്ര, സി JF റിച്ചാർഡ്സ്, ഡി എം അത്റലി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇർഫാൻ ഹബീബ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Irfan Habib attempted an in-depth analysis of the collapse of empire in his seminal work. അപ്പോൾ ഇർഫാൻ ഹബീബ് അദ്ദേഹത്തിന്റെ വളരെ സെമിനൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സെമിനൽ വർക്ക് ആയിട്ടുള്ള അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ 1963 ഒരു വർക്കിലാണ് മുഗൾ എംപയറിന്റെ കൊളാപ്സിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം ഈ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. According to Habib, the mechanism of collection of revenue that the Mughals had evolved was inherently flawed. ഇർഫാൻ ഹബീബ് പറയുന്നത് മുഗൾസ് ഈ ഒരു റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഇൻഹെറന്റ്ലി ഇവോൾവ് ചെയ്ത ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. The imperial policy was to set the revenue at the highest rate possible to secure the greatest military strength for the empire, the nobles. നമുക്കറിയാം imperial powers എപ്പോഴും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ imperial policy എന്ന് പറയുന്നത് അവർക്ക് അവരുടെ എംപയറിന്റെയും നോബൽസിന്റെ ഒക്കെ മിലിറ്ററി സ്ട്രെങ്ത് ഗ്രേറ്റസ്റ്റ് ആക്കാനും അതൊക്കെ സെക്യൂർ ആക്കുന്നതിനും വേണ്ടിയിട്ട് ഇവർ റവന്യൂ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് റൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഇമ്പീരിയൽ പോളിസി. ഓൺ ദ അതർ ഹാൻഡ് tended to squeeze the maximum from their jagirs even if it ruined the peasantry and destroyed the revenue paying capacity of the area. ഇവർ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, റവന്യൂ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പുറത്ത് ഈ ജാഗിർസുകളിൽ നിന്ന് അവിടുത്തെ ഒരു റവന്യൂ പേയിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണെന്നൊന്നും അവർ നോക്കുന്നില്ല. അവർ ജാഗിറുകളിൽ നിന്ന് മാക്സിമം സ്ക്യൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ആൻഡ് അതിനിപ്പോൾ ആ ഒരു ഏരിയന്റെ റവന്യൂ പേയിങ് കപ്പാസിറ്റീനൊക്കെ നശിപ്പിച്ച് അവിടുത്തെ പെസൻട്രി റൂയിൻഡ് എക്സ്പ്ലോയിറ്റഡ് ആയാലും കുഴപ്പമില്ല, അവർ എന്ത് ചെയ്യും, മാക്സിമം
സ്ക്യൂസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. Since the nobles' jagirs were liable to be transferred frequently, they did not find it necessary to cited policy of agricultural development. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു മുഗൾ സിസ്റ്റത്തില് ഈ ജാഗിറുകളിൽ നിന്നും റവന്യൂ മാക്സിമം ഇവര് സ്ക്യൂസ് ചെയ്യുന്നത് കാരണം അഗ്രേറിയൻ ആയിട്ടുള്ള ഒരു പെസൻട്രിക് ഒരു ക്രൈസിസ് ഉണ്ടാവുകയും അത് മുഗൾ എംപയറിന്റെ കൊളാപ്സിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇർഫാൻ ഹബീബിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. As the burden on the peasantry increased, they were often deprived of their very means of survival. ഈ ഒരു രീതിയിൽ പെസൻട്രിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബേർഡൻ ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടെ അവർക്ക് സർവൈവൽ ചെയ്യാനുള്ള ഒരു മീൻസും ഇവിടെ ഡിപ്രീവ്ഡ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. In reaction to this excessive exploitation of the peasantry, they later had no option but to protest. അപ്പം ഇർഫാൻ ഹബീബ് പറയുന്ന ഇത്തരത്തില് പെസൻട്രീസുകൾ എക്സസീവ് ആയ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്താനുള്ള അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. The forms of rural protest in medieval India were varied in nature. ആ ഒരു രീതിയിൽ ഒരു റൂറൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട് എന്നും മിഡീവൽ ഇന്ത്യയിലെ ഈ ഒരു റൂറൽ പ്രൊട്ടസ്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് പല രീതിയിലാണ് അതിന്റെ ഒരു നേച്ചർ എന്നും ആണ് അദ്ദേഹം പറയുന്നത്. In many areas the peasants took to flight എന്നും പറയുന്നുണ്ട്. Entire villages were left deserted due to the large scale migration of peasants to the towns or other villages. അപ്പം ഈ ഒരു രീതിയിൽ ഇവർ പ്രതിഷേധം അറിയിക്കുന്ന എൻറ്റയർ വില്ലേജസുകളും ഡെസേർട്ടഡ് ആവുന്നത്, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. പെസൻസ് ഇവിടുന്ന് റൂറൽ ഏരിയാസുകളിൽ നിന്നും ടൗണുകളിലോട്ടും അല്ലെങ്കിൽ മറ്റ് വില്ലേജസുകളിലോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ വെരി ഓഫൻ the peasants protested against the state by refusing to pay the revenue and were up in arms against the Mughals. And അതോടൊപ്പം തന്നെ പെസൻസ് എന്ത് ചെയ്യാണ്, റവന്യൂ അടക്കുന്നതിന് റെഫ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ആൻഡ് മുഗൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആംസ് ആയിട്ട് റൈസ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹബീബ് ആർഗ്യൂഡ് ദാറ്റ് these peasant protesters weakened the political and social fabric of empire. ഇതാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു അഗ്രേറിയൻ പ്രൊട്ടസ്റ്റുകൾ, റൂറൽ പ്രൊട്ടസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എംപയറിന്റെ പൊളിറ്റിക്കൽ സോഷ്യൽ ഫാബ്രിക്സുകളെ വീക്കെൻഡ് ആക്കുകയും അത് എംപയറിന്റെ കൊളാപ്സിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the above observation is made by which of the following European traveler? അപ്പോൾ ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുക, നമുക്ക് ഏതെങ്കിലും ഒരു വർക്കിലെ ഒരു പാസേജ് ഒക്കെ തന്നിട്ട് ഇത് ആര് എഴുതിയതാണ് എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ആ ഒരു പാസേജ് ആരുടെ പാസേജ് ആണ്, ആര് എഴുതിയിട്ടുള്ളതാണ്, ഏത് യൂറോപ്യൻ ട്രാവലർ ആണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. എ തോമസ് ബൗറി, ബി ജീൻ ബാപ്റ്റൈസ്റ്റ് ടവേർണിയർ, സി ഫ്രാൻകോയിസ് ബേർണിയർ, ഡി ജീൻ ഡെ തെവനോട്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഫ്രാൻകോയിസ് ബേർണിയർ ആണ് നമുക്ക് ആ ഒരു പാസേജ് എഴുതിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. ഫ്രാൻകോയിസ് ബേർണിയർ വാസ് എ ഫ്രഞ്ച് ഫിസിഷ്യൻ ആൻഡ് ട്രാവലർ who lived from 1620 to 1688. അപ്പോൾ 1620 to 88 വരെ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ഫിസിഷ്യനും ട്രാവലറും ആണ് ഫ്രാൻകോയിസ് ബേർണിയർ. He is known for his extensive travels in the Middle East and India during the 17th century. അദ്ദേഹം 17th സെഞ്ചുറിയിൽ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമായിട്ട് ഒട്ടനവധി ട്രാവൽസുകൾ നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. Bernier's observations and writings provide valuable insights into the social, political and economic conditions of the regions he visited. And if Francois Bernier travel again, അതിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസുകളും റൈറ്റിംഗ്സുകളൊക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജിയനിലെ ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് കണ്ടീഷൻസുകളെ കുറിച്ച് നമുക്ക് വളരെ വാല്യുബിൾ ഇൻസൈറ്റ്സുകൾ തരുന്ന റൈറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. In the passage mentioned, Bernier describes the perspectives of the Timariots, governors and revenue contractors regarding the neglected state of the land they oversee. അപ്പൊ നമുക്ക് മേലെ തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാസേജില് ഫ്രാൻകോയിസ് ബേർണിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മുഗൾ ഒഫീഷ്യൽസ് ആയിട്ടുള്ള തിമാരിയറ്റ്സും ഗവർണേഴ്സും റവന്യൂ കോൺട്രാക്ടേഴ്സും ഒക്കെ അവര് നോക്കി നടത്തുന്ന ആ ഒരു ലാൻഡിനെ
neglected state of land they oversee. അവര് നോക്കി നടത്തുന്ന ആ ഒരു നെഗ്ലെക്റ്റഡ് ഒരു സ്റ്റേറ്റ് ഓഫ് ലാൻഡിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള അവരുടെ പെർസ്പെക്റ്റീവ്സുകളാണ് അദ്ദേഹം ആ ഒരു പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ദി ക്വസ്റ്റ്യൻ ദി നീഡ് ടു ഇൻവെസ്റ്റ് ദെയർ മണി ആൻഡ് ടൈം ടു ഇംപ്രൂവ് ദ ലാൻഡ്സ് പ്രൊഡക്ടിവിറ്റി when they could be deprived of it at any moment, rendering their efforts futile. അപ്പോൾ ഈ മുഗൾ ഒഫീഷ്യൽസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇവർ നോക്കി നടത്തുന്ന ഈ ലാൻഡ് ഈ ഒരു രീതിയിൽ സ്റ്റേറ്റ് നെഗ്ലക്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ അവർക്ക് അവരുടെ ലാൻഡിലെ ഒരു പ്രൊഡക്ടിവിറ്റി ഇവർക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ അതിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇവർ മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം ഇവരെ ഏത് മൊമെന്റിൽ വേണമെങ്കിലും ആ ഒരു ലാൻഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക, ഡിപ്രൈവ് ചെയ്യുക ചെയ്യാം. അപ്പൊ അവരുടെ എഫേർട്സ് അവിടെ വെറുതെ ആവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു കാര്യത്തിനെ ഈ ഒഫീഷ്യൽസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കാര്യങ്ങളാണ് ബർണിയർ ആ ഒരു പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. Instead, they choose to extract as much money from the land as possible, even if it means living in a desolate state when they are eventually forced to live. ഇതിന് പകരം ഇവർ ചെയ്യുന്നത് ആ ഒരു ലാൻഡിൽ നിന്ന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മണി എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈവൻ ഡിസലൈറ്റ് സ്റ്റേറ്റിൽ നിന്ന് അവർ ലീവ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. when they are eventually forced to live. Bernier's observations and writings were highly influential in Europe, providing valuable information about the regions he visited. അപ്പോൾ ബേർണിയർ ഇത്തരത്തില് വിസിറ്റ് ചെയ്ത റീജിയൻസുകളെ കുറിച്ച് ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂറോപ്പിൽ ബേർണിയറിന്റെ ഒബ്സർവേഷൻസുകളും റൈറ്റിംഗ്സുകളും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന് പറയുന്നത്. ആ ഒരു വർക്കിൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസും ഒബ്സർവേഷൻസുകളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following was not the characteristic of the Mughal Jagir system? മുഗൾ ജാഗിർ സിസ്റ്റത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുഗൾ ജാഗിർ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്നാണ്. ചിലപ്പോൾ നമ്മൾ ശരിക്കും വായിച്ചിട്ടില്ലെങ്കിൽ ഏതാണ് മുഗൾ ജാഗിർ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ ചിന്തിക്കാൻ സാഹചര്യമുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാതെ. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. എ, മുഗൾ ജാഗിർസ് വെയർ ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫേർഡ്. മുഗൾ ജാഗിർ എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി ട്രാൻസ്ഫർ ചെയ്യപ്പെടാറുണ്ട്. ബി, അണ്ടർ ഔറംഗസീബ് ജാഗിർസ് വെയർ മെയ്ഡ് പെർമനന്റ് ആൻഡ് ഹെറിഡിറ്ററി. ഔറംഗസീബിന്റെ സമയത്ത് ജാഗിറുകളെ പെർമനന്റ് ആക്കുകയും ഹെറിഡിറ്ററി ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ബി ഓപ്ഷനിൽ പറയുന്നത്. സി, ജാഗിർദാർസ് യൂസ്ഡ് ടു എംപ്ലോയ് their agents to collect the revenue. ജാഗിർദാർസുകൾ അവരുടെ ഏജൻസികളെയാണ് റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കാറുള്ളത്. ഡി, ജഹാംഗീർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അൽത്താങ്ക ജാഗിർസ് ടു ബി ഹെൽഡ് പെർമനന്റ്. ആൻഡ് ജഹാംഗീർ എന്ത് ചെയ്തിരുന്നു, ഈ അൽത്താങ്ക ജാഗിർസുകളെ പെർമനന്റ് ആക്കിയിരുന്നു എന്നാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് ഇതിൽ ഏതാണ് മുഗൾ ജാഗിർ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഔറംഗസീബിന്റെ അണ്ടറിൽ ഈ ജാഗിറുകളെ പെർമനന്റും ഹെറിഡിറ്ററിയും ആക്കിയിരുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കി ഉള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ മുഗൾ ജാഗിർ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജാഗിർദാരി സിസ്റ്റം. ഈ ഒരു ജാഗിർ എന്ന് പറയുന്ന ഈ ഒരു ടേം, ജാഗിർദാരി എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 പേർഷ്യൻ വാക്കുകളിൽ നിന്നാണ്. ഒന്ന് ജാഗിർ, ജാഗിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ലാൻഡ് എന്നാണ് അർത്ഥം. ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ. ഇറ്റ് വാസ് എ ഫോം ഓഫ് ലാൻഡ് ടെനൻസി in which the collection of the revenues of an estate and the power of governing it were bestowed on an official of the state. ഈ ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ലാൻഡ് ടെനൻസി ആണ്. ഇവിടെ ഒരു എസ്റ്റേറ്റിന്റെ റവന്യൂ കളക്ട് ചെയ്യുകയും അത് ഗവേണിംഗ് ചെയ്യുന്നതിനുള്ള പവർ സ്റ്റേറ്റിന്റെ ഒരു ഒഫീഷ്യലിനെ ഏൽപ്പിക്കുകയാണ്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ക്ലിയർ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് land that was assigned, but the income or revenue from the landlord area was given to the Jagirdars. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എസ്റ്റേറ്റിന്റെ ഓണർഷിപ്പ് അല്ല ആ ജാഗിറിന് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്.
ആ ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻകമോ റവന്യൂ ആണ് ആ ജാഗിർദാർസുകൾക്ക് കൊടുക്കുന്നത്. This system developed over a period of time and underwent many changes before stabilizing. ഈ ഒരു ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൊമെന്റിൽ അങ്ങനെ ഉണ്ടായി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ഓവർ പീരീഡ് ഓഫ് ടൈം ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ഓരോ ഡെവലപ്മെന്റ്സും ചേഞ്ചസുകളും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബിഫോർ അതൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആവുന്നതിന് മുന്നേ. However, the basic framework was developed during Akbar's reign. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അക്ബറിന്റെ ഭരണസമയത്താണ്. The important feature of the Jagir system was the shifting of Jagir holders from one Jagir to another for administrative reasons. അപ്പോൾ ഈ ഒരു ജാഗിർ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ജാഗിർ ഹോൾഡേഴ്സിനെ എപ്പോഴും അല്ലെങ്കിൽ ഓഫൻ ഒരു ജാഗിറിൽ നിന്ന് മറ്റു ജാഗിർസുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ്. And this system of transfers checked the Jagirdars from developing local routes. At the same time, its disadvantage was that it discouraged the Jagirdars from taking long-term measures for the development of their areas. അപ്പോൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ ജാഗിർദാസുകളെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു ഡിസഡ്വാൻറ്റേജും കൂടെയാണ്. അതായത് ഈ ജാഗിർദാസുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇവർ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോങ് ടേം മെഷേഴ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുന്നതിൽ നിന്നും ഇവരെ ഡിസ്കറേജ് ചെയ്യും ഈ ഒരു ഫീച്ചർ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇവർ ലോങ് ടേം ആയിട്ട് ഇവരുടെ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഉറപ്പില്ല, ഇവർ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ലാൻഡിൽ നിന്ന് മറ്റൊരു ജാഗിറിലോസിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ ആകും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവര് ആ ഒരു ലാൻഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ടോ അങ്ങനെയൊന്നും എഫേർട്സോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഇവര് ഡിസ്കറേജ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ ഈ ഒരു ഫീച്ചറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അൽത്താങ്ക എന്ന് പറയുന്നത് ജാഗിറുകൾ എന്ന ഒരു ഫോം ആണ്. അത് ജഹാംഗീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ജാഗിർ ഫോം ആണ്. ഈ അൽത്താങ്ക ജാഗിർ എന്ന് പറയുന്നത് നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ജാഗിർ ആണ്. അത് സപ്പോസർലി നമുക്ക് ഫോർ ലൈഫ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജാഗിർ ആണ്. ക്വൈറ്റ് നാച്ചുറലി ഇറ്റ് വാസ് വെരി സ്പെയറിംഗ്ലി ഗ്രാൻഡ്. ഇത് നോൺ ട്രാൻസ്ഫറബിളും ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ജാഗിർ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ റെയർ ആയിട്ട് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ബട്ട് ആസ് ദ മുഗൾ എംപയർ decayed, the Altanga grant in special detail owing to the richness of surviving documentary material. ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിനി വേരിയസ് ടൈപ്സ് ഓഫ് ജാഗിർസുകൾ ഉണ്ട്. ഈ അൽത്താങ്ക ജാഗിർ എന്ന് പറഞ്ഞതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ജാഗിർസുകൾ ഉണ്ട്. പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് റവന്യൂ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ജാഗിർസുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് ജാഗിർ തങ്ക എന്ന് പറയുന്നത്. നമ്മളപ്പോ ഒരു ജോലി ചെയ്ത് നമ്മൾ അതിന് സാലറി അല്ലെങ്കിൽ പേ ചെയ്യുന്നതിന് പകരമായിട്ട് ജാഗിറുകൾ കൊടുക്കുന്നതിനെയാണ് ജാഗിർ തങ്ക എന്ന് പറയുന്നത്. ഈ ജാഗിർസ് ഗവൺ ടു എ പേഴ്സൺ ഓൺ സർട്ടൻ കണ്ടീഷൻസ് വെയർ കാൾഡ് മഷ്റൂത്ത് ജാഗിർ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സർട്ടൻ കണ്ടീഷൻസുകളുടെ ബേസിൽ നമ്മൾ ഒരാൾക്ക് ജാഗിർസുകൾ കൊടുക്കുമ്പോൾ അത്തരം ജാഗിറുകളെയാണ് മഷ്റൂത്ത് ജാഗിർ എന്ന് പറയുന്നത്. ഇനി ജാഗിർസ് which involved no obligation of service and were independent of rank were called inam jagir. ഇപ്പൊ ജാഗിറുകൾ ഒരു സർവീസ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒബ്ലിഗേഷൻസുകളൊന്നും അടങ്ങാതെ ഒരു ഇൻഡിപെൻഡന്റ് റാങ്കോട് കൂടിയുള്ള ജാഗിറുകളെയാണ് ഇനാം ജാഗിർസ് എന്ന് പറയുന്നത്. ഈ ജാഗിർസ് which were assigned to zamindars or chieftains in their homelands were called watan jagir. ജമീന്ദാർസ് അല്ലെങ്കിൽ ചീഫ്റ്റൻസിന് അവരുടെ ഹോംലാൻഡിൽ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജാഗിറുകളെയാണ് വത്താൻ ജാഗിർസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following chronicles of Shah Jahan's reign mentions that the practice of ijra became very common during Shah Jahan's reign and that it was one of the causes of the ruin of the peasantry? അപ്പോൾ
ഷാജഹാന്റെ ഭരണ സമയത്ത് ഹിജറ എന്ന് പറയുന്ന പ്രാക്ടീസ് വളരെ കോമൺ ആയിരുന്നു എന്നും അത് പെസൻട്രീസിന്റെ റൂളിലോട്ട് കാരണമായിട്ടുണ്ട് എന്നും ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷാജഹാന്റെ ഭരണ സമയത്ത് ഇത്തരത്തിലൊരു ഹിജറ പ്രാക്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏത് ക്രോണിക്കിൾസിലാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ ആരുടെ ക്രോണിക്കിളിലാണ് ഇത്തരത്തിൽ ഷാജഹാന്റെ റെയിനിലെ ഹിജറ പ്രാക്ടീസിനെ കുറിച്ചും മറ്റും മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. ഓപ്ഷൻ എ അബ്ദുൽ ഹമീദ് ലാഹോരി, ബി മുഹമ്മദ് സലീൽ കംബോ, സി മുഹമ്മദ് വാരിസ്, ഡി മുഹമ്മദ് സാദിഖ് ഖാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് സാദിഖ് ഖാൻ എന്നുള്ളതാണ്. ഇതെന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹിജറ സിസ്റ്റം ഓർ റവന്യൂ ഫാർമിംഗ് was a feature of the revenue system in മുഗൾ ഇന്ത്യ. ഈ ഹിജറ സിസ്റ്റം അല്ലെങ്കിൽ റവന്യൂ ഫാർമിംഗ് എന്ന് പറയുന്നത് മുഗൾ ഇന്ത്യയിലെ റവന്യൂ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ ആയിരുന്നു. Though as a rule Mughals disapproved of this practice, in actual fact certain villages were sometimes farmed out. അപ്പോൾ മുഗൾ ഇന്ത്യയിൽ ഇതൊരു റൂൾ ആണെങ്കിലും മുഗൾസ് ഈ ഒരു പ്രാക്ടീസിനെ ഡിസപ്രൂവ് ചെയ്യും. ചില ആക്ച്വൽ ഫാക്റ്റിൽ പറയുകയാണെങ്കിൽ ചില വില്ലേജസുകളിൽ സംടൈംസ് ഫാർമഡ് ഔട്ട്, ഫാമിംഗ് ചെയ്യാതിരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. Generally these villages, when peasant did not have resources available for undertaking cultivation or was owing to some calamity cultivation could not be done, were farmed out on Hijra. ഈ ഒരു രീതിയിൽ ഇപ്പൊ ഒരു കർഷകന് അവരുടെ ലാൻഡിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റി കാരണം കൾട്ടിവേഷൻ നിർത്തിവെക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ വേർ ഫാംഡ് ഔട്ട്, ഈ ഒരു ഹിജറ സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു കൾട്ടിവേഷൻ എന്ത് ചെയ്യും, ഫാംഡ് ഔട്ട് ചെയ്യും. The revenue officials or their relatives were not supposed to take land on Hijra. ഇന്ത്യയിലെ റവന്യൂ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റീവ്സുകളോ ഈ ഒരു ലാൻഡിന് ഹിജറയിൽ എടുക്കില്ല. It was expected that revenue farmers would not extract more than the stipulated land revenue from the peasants. It was expected that ഈ റവന്യൂ ഫാമേഴ്സ് എന്ത് ചെയ്യില്ല, കർഷകരിൽ നിന്നും ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ലാൻഡ് റവന്യൂ വുഡ് നോട്ട് എക്സ്ട്രാക്ട്, ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ലാൻഡ് റവന്യൂവിനേക്കാളും കൂടുതലായിട്ട് റവന്യൂ ഫാമേഴ്സ് ആ പെസൻസിൽ നിന്നും എടുക്കില്ല എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പൊ ഓരോ ലാൻഡിൽ ഇവർക്കൊരു ലാൻഡ് റവന്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ വാങ്ങരുത് എന്നാണ് ശരിക്കും. പക്ഷെ അത് ആക്ച്വൽ പ്രാക്ടീസിൽ അങ്ങനെ നടക്കാറില്ല എന്നുള്ളതാണ് പറയുക, അതിൽ കൂടുതലൊക്കെ മേടിക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് മുഹമ്മദ് സാദിഖ് ഖാൻസ് Chronicles of Shah Jahan's reign mentioned that the practice of Hijra became very common during Shah Jahan's reign and that it was one of the causes of the ruin of the peasants. അപ്പോൾ മുഹമ്മദ് സാദിഖ് ഖാന്റെ ക്രോണിക്കിളാണ് ഷാജഹാന്റെ ഭരണ സമയത്ത് ഈ ഒരു ഹിജറ പ്രാക്ടീസ് വളരെ കോമൺ ആയിരുന്നു എന്നും ഇതിലൂടെ അത് കർഷകരെ റൂയിൻഡ് ആക്കുകയും കർഷകരുടെ റൂയിനിലോട്ട് അത് കോസസ് ആവുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഹമ്മദ് സാദിഖ് ഖാനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഹിജറ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യും, റവന്യൂ ഫാമേഴ്സ് കർഷകർക്ക് ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള റവന്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ മേടിക്കുകയും എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ആ ഒരു ലാൻഡ് ഫാംഡ് ഔട്ട് ചെയ്യുന്നതിലൂടെ പെസൻട്രീസിനെ റൂയിൻഡ് ആക്കുന്നതിലൂടെ ഹിജറ സിസ്റ്റം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മുഹമ്മദ് സാദിഖ് ഖാൻ അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നത്. നമ്മൾ യൂണിറ്റ് 5 PYQs ഒക്കെ തന്നെയും അതിന്റെ സെഷനുകളായി നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെഷനിലോട്ട് നമുക്ക് യൂണിറ്റ് 6 PYQs ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.